റാറ്റ് പുറത്തു വന്നു. പൈലറ്റ് ഗിയറിന് പകരം ഉയർത്തിയത് ഫ്ലാപ്പ്. ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നു. ഞാൻ കുറച്ചു നേരം മുമ്പ് നമ്മുടെ നാട്ടിലൊരു ന്യൂസ് ചാനലിൽ കണ്ടൊരു വാർത്തയാണ്. വിമാന ദുരന്തത്തിന് 3 കാരണങ്ങളാണ് സ്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നത്. വൈദ്യുതി നഷ്ടപ്പെടൽ, ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായി ക്രമപ്പെടുത്താത്തത്, ടേക്ക് ഓഫ് സമയത്ത് ഗിയറിന് പകരം ഫ്ലാപ്പ് ലിവർ തെറ്റായി ഉയർത്തിയത്. ആക്ച്വലി ക്യാപ്റ്റൻ സ്റ്റീവ് പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് വിലയിരുത്താം. പ്രധാനമായും 3 തിയറീസിനെ പറ്റിയിട്ടാണ് ക്യാപ്റ്റൻ സ്റ്റീവ് സംസാരിക്കുന്നത്. ഒന്ന്, theory number 1 was that there was some sort of dual engine failure, and then the backup to that was it was either a bird strike or it was some sort of fuel contamination that led to that dual engine failure. ലോസ് ഓഫ് പവർ. 2 എഞ്ചിനും ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബേസിക്കലി പറഞ്ഞാൽ 2 എഞ്ചിനും ഫെയിലിയർ ആയിരിക്കുന്നു. അതിന് 2 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ബേർഡ് സ്ട്രൈക്ക്. നമ്മൾ അഹമ്മദാബാദ് എയർപോർട്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബേർഡ് സ്ട്രൈക്കിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത്. സെക്കൻഡ് തിങ്, ഫ്യൂൽ കണ്ടാമിനേഷൻ. ഇതിന്റെ കേസ് അറിയണമെങ്കിൽ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. Theory number 2 was the pilots didn't have the flaps set properly for takeoff. In other words, the flaps were up, and as they ran down the runway, they got a little bit of air, but eventually the airplane just kind of waddled. തിയറി നമ്പർ 2, ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പല റിപ്പോർട്ട്സിലും പറയുന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ദർ ഇസ് നോ ചാൻസ്. ബിക്കോസ് എല്ലാ എയർക്രാഫ്റ്റിലും ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും, എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്. ഈ 787 ഡ്യുവൽ ചെക്ക് ലിസ്റ്റ് ആണ് വരുന്നത്. ഒന്ന്, വിഷ്വലി ചെക്ക് ലിസ്റ്റ്. ഇതെന്റെ ചെക്ക് ലിസ്റ്റ് ആണ്. പല സമയത്തും നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഡ്യുവൽ ചെക്കിംഗ് വരുന്നുണ്ട്. പൈലറ്റ് ഇൻ കമാൻഡും അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫീസറും. ഇപ്പൊ ഞങ്ങൾ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡന്റ് പൈലറ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടറും ഡ്യുവൽ ചെക്കിംഗ് ഉറപ്പായിട്ടും വരുന്നതാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ചെക്ക് ലിസ്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനുവൽ ആയിട്ട് ചെക്കിംഗ്. എസ്പെഷ്യലി 787 ഇലക്ട്രോണിക് ചെക്ക് ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ 5 ഡിഗ്രി സെറ്റ് ചെയ്തില്ലെങ്കിൽ ബിഫോർ ടേക്ക് ഓഫ് കോക്പിറ്റില് എവറി ടൈം വാർണിംഗ് വന്നുകൊണ്ടേയിരിക്കും. സോ ദർ ഇസ് നോ ചാൻസ്. Third theory, and the one that I was leaning to the most, and let me just say leaning, they rotated, everything was normal at the time that the pilot flying would ask for gear up. The other pilot mistakenly grabbed the flap handle and prematurely raised the flaps. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം തേർഡ് തിയറി ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്ന കേസ്, ഇവിടെ പ്രോപ്പർ ആയിട്ട് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ക്ലൈംബ് റൈറ്റ് പോസിറ്റീവ് ആണ്. സോ വൺസ് 150, 250 ക്ലൈംബ് റൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവര് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്യും. യൂഷ്വലി ഫ്ലാപ്സ് എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഇവർ ടേക്ക് ഓഫ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ക്ലൈംബ് റൈറ്റ് ചെക്ക് ചെയ്യുന്നു. 150 to 200 ഫീറ്റ് എത്തിയതിനു ശേഷം ക്ലൈംബ് റൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ പൈലറ്റ് ഇൻ കമാൻഡ് ലാൻഡിംഗ് ഗിയർ അപ്പ് ചെയ്യാൻ പറയുന്നു. ആ സമയത്ത് മിസ്റ്റേക്കൻലി ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തു എന്നാണ് ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്നത്. ബേസിക്കലി ദർ ഇസ് നോ ചാൻസ്. ബിക്കോസ് ഏതൊരു എയർക്രാഫ്റ്റിലും ഫ്ലാപ്സും ലാൻഡിംഗ് ഗിയറും ത്രസ്റ്റും ഇതെല്ലാം വിഷ്വലി ഡിഫറെന്റ് അപ്പിയറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് കളർ ആയിരിക്കും. സോ ദർ ഈസ് നോ ചാൻസ്. ഇതെല്ലാം ക്യാപ്റ്റൻ സ്റ്റീവ് തന്നെ പറയുന്നുണ്ട്. വളരെ വളരെ കുറച്ച് ചാൻസസ് മാത്രമാണുള്ളൂ. ബേസിക്കലി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഈ ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും വന്നതിന് ശേഷമാണ് ഈ ന്യൂസ് ചാനലിൽ ഈ വാർത്ത വന്നിരിക്കുന്നത്. പൈലറ്റ് ഗിയറിന് പകരം ഉയർത്തിയത് ഫ്ലാപ്പ് ലിവറോ. പലപ്പോഴും ഈ തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് ആളുകളുടെ ഹൃദയം തകർക്കുന്ന സംഭവമാണ്. ബിക്കോസ് ഒത്തിരി ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളും, പൈലറ്റ് ആയാലും ക്യാബിൻ ക്രൂസ് ആയാലും അതുപോലെ തന്നെ അതിന് പുറകില് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, അറിയാത്ത ഡാറ്റ ഒരിക്കലും പുറത്തുവിടരുത്. എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. DGC അത് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വിടുന്നത് വരെ പ്ലീസ് എല്ലാവരും വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് വീഡിയോ നമുക്കൊന്ന് കണ്ടു. Right there, my friends. Take a look. We've circled it for you. Now, a lot of people have been talking about the theory that the Rat had deployed. What's a Rat? It's a Ram air turbine. It deploys on many airplanes have it. 787 has it. 777 has it. ഫസ്റ്റ് വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് എല്ലാം കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു എന്നുള്ള കേസ് വ്യക്തമായിട്ട് ഈ സെക്കൻഡ് വീഡിയോയിൽ ആൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് അടക്കമാണ് ഈ സെക്കൻഡ് വീഡിയോയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് റാറ്റ്? റാറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി റാം എയർ ടർബൈൻ. ബേസിക്കലി 2 എഞ്ചിനും കംപ്ലീറ്റ്ലി ഫെയിൽ ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയിഡ് ആവുന്ന ഓക്സിലറി പവർ യൂണിറ്റ് ആണ് റാറ്റ്. ഇത് ആക്ച്വലി ഒരു മോട്ടറാണ്. മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു മോട്ടറാണ്. കംപ്ലീറ്റ്ലി ഫെയിൽ ആയിട്ടുള്ള 2 എഞ്ചിൻ വെച്ച്
എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാനായിട്ട് ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലത്തെ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഓക്സിലറി പവർ യൂണിറ്റ് ആണ് റാറ്റ്. അതിന്റെ ഒപ്പം തന്നെ ഈ കാര്യം കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോയിൽ വരുന്ന സൗണ്ട്, റാറ്റ് പ്രവർത്തിക്കുന്ന സൗണ്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം. അതിന്റെ കൂടെ തന്നെ ഇത് കൺഫേം ചെയ്യാനായിട്ട് 11A സീറ്റിൽ ഉണ്ടായിരുന്ന പാസഞ്ചർ, ആ പാസഞ്ചറുടെ മൊഴിയിൽ തന്നെ പറയുന്നുണ്ട് എന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ട് കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. റാമിന്റെ സൗണ്ട് ആയിട്ട് നമുക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഫൈനലി ATC യൂണിറ്റിലേക്ക് വന്നിരുന്ന മെസ്സേജ് മേഡേ നോ പവർ നോ ത്രസ്റ്റ്, സോ കൺഫേം ആണ് there is a fault in both engines. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാനുഫാക്ചറെ പരിഹസിക്കാനോ എയർ ഇന്ത്യയുടെ മെയിന്റനൻസ് ടീമിനെ കുറ്റം പറയുവാനല്ല. ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഒരുപാട് റൂമേഴ്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. പല വീഡിയോസും ക്യാപ്റ്റൻ സ്റ്റീവിന്റെ 2 വീഡിയോസ് അടക്കം ന്യൂസ് ചാനലിലുള്ള ഇൻഫർമേഷൻസ് അടക്കം എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. നമ്മുടെ ഇടയിലുള്ള സാധാരണ ജനങ്ങളിലേക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എന്റെ അഭിപ്രായം മാത്രമല്ല, പല റിപ്പോർട്ട്സുകളുടെയും റെഫറൻസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒപ്പം തന്നെ ഈ ആക്സിഡന്റിൽ മരിച്ചുപോയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഞാൻ ഓർക്കും. മരിച്ചുപോയ എല്ലാവരുടെയും ഫാമിലിക്ക് അത് താങ്ങാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും കുറ്റം പറയുന്നത് പൈലറ്റ്സിനെ ആയിരിക്കും. ബിക്കോസ് പ്രീവിയസ് ഡെക്കേഡ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 60% ആക്സിഡന്റ്സിന് കാരണം പൈലറ്റ് എററാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എറർ ആയിരിക്കും. ഈ ഒരു ആക്സിഡന്റിലും അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ UK ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് എമർജൻസി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ ആ എയർക്രാഫ്റ്റിനെയും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെയും സേഫ് ആക്കാനായിട്ട് ശ്രമിക്കണം. സോ ഐ ആം ഡാം ഷുവർ ക്യാപ്റ്റൻ സമീത് ആയാലും ഫസ്റ്റ് ഓഫീസർ ആയാലും ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നപ്പോൾ അവരുടെ അവസാന ശ്വാസം വരെ പാസഞ്ചേഴ്സിനെയും അതുപോലെ തന്നെ എയർക്രാഫ്റ്റിനെയും സേഫ് ആക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.